കേരളത്തിൽ UDF സർക്കാർ പുതുതായിട്ട് അവതരിപ്പിച്ച സൗജന്യ യാത്രയ്ക്കെതിരെ കൊട്ടാരക്കരയിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കൊട്ടാരക്കരയിലെ മഹിളാ മോർച്ച പ്രവർത്തകരാണ് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. തടയുന്നതിന് വേണ്ടി പോലീസ് ഇവിടെ ബാരിക്കേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സൗജന്യയാത്ര മറ്റ് ബസ്സുകളിലേക്കും ഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകളിലേക്കും പ്രഖ്യാപനം വേണം എന്നുള്ള ഒരു വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിന് സംസ്ഥാനത്തുടനീളം തുടങ്ങിയത്. ഇപ്പോൾ കൊട്ടാരക്കരയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്.
പഞ്ചായത്ത് ഏരിയ സമിതി പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഇന്നെത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു മാസം മുൻപ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാനത്തൊട്ടാതെയുള്ള എല്ലാ KSRTC സ്റ്റാൻഡിലേക്കും നമ്മൾ സമരങ്ങൾ നടത്തുകയുണ്ടായി. ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അതേ വിഷയവുമായി തന്നെയാണ് ഈ മഹിളാ മോർച്ച വീണ്ടും എത്തിയിരിക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എല്ലാ ബസ്സുകളിലും നൽകും എന്ന് പറഞ്ഞിരുന്ന ആ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് KSRTCയിൽ സൗജന്യ യാത്ര ഓർഡിനറിയിൽ മാത്രമായിട്ട് ഒതുക്കിയിരിക്കുന്നത്. തികച്ചും ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം വിദൂര യാത്രകൾക്ക് സ്ത്രീകൾ ഉൾപ്പെടെ ആശ്രയിക്കുന്നത് ഇവിടുത്തെ പാസഞ്ചറുകളും അതുപോലെ തന്നെ മറ്റ് ബസ്സുകളും എക്സ്പ്രസ് പോലെയുള്ള ബസ്സുകളും മറ്റുമൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ബസ്സുകൾ തന്നെയാണ്. അപ്പോൾ ആ ബസ്സുകളിൽ യാത്രാ സൗകര്യം ഉണ്ടാകാതെ ഓർഡിനറിയിൽ മാത്രമായിട്ട് ഇത് ഒതുക്കുമ്പോൾ തികച്ചും സ്ത്രീകളെ രണ്ട് തട്ടിലായിട്ട് കാണുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. പൂർണ്ണമായും ഈ പദ്ധതി കൊണ്ടുള്ള ഒരു ഗുണം എല്ലാ വനിതകൾക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ സത്യാവസ്ഥ. തികച്ചും ഇലക്ഷനിൽ ജയിക്കുവാൻ വേണ്ടി മാത്രം കണക്കാക്കിക്കൊണ്ട് UDF സർക്കാർ മുന്നിലേക്ക് വച്ചിട്ടുള്ള ഈ വാഗ്ദാനം വാഗ്ദാന ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഓർഡിനറിയിൽ മാത്രമായിട്ട് ഒതുക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ധാരാളം സ്ത്രീകൾ ദൂരെ യാത്രകൾക്കായിട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ പഠനത്തിന് വേണ്ടിയും മറ്റ് യാത്രകൾക്കുമായും ഒക്കെ ഉപയോഗിക്കുന്നത് പാസഞ്ചർ പോലെയുള്ള ബസ്സുകളാണ്. അപ്പോൾ അതിലേക്കും ഈ സൗജന്യ യാത്ര എന്ന ഈ പദ്ധതി ഉണ്ടാകണം, അവർക്ക് സൗജന്യ യാത്ര ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ഈ പദ്ധതി പൂർണ്ണമായ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ട് മാത്രം UDF നടത്തുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് മഹിളാ മോർച്ച ഇവിടെ എത്തിയിരിക്കുന്നത്. തികച്ചും ന്യായമായ ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു ഈ വാഗ്ദാന ലംഘനത്തിനെതിരായിട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷയായ രാജപ്രസാദ് അവരുടെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാനായി ഈ പ്രതിഷേധ സമയത്തിന്റെ ആരാധ്യ അധ്യക്ഷ മഹിളാ ജില്ലാ പ്രസിഡന്റ് ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി ദിവ്യ, അതേപോലെ തന്നെ ശ്രീമതി പ്രിയങ്ക, അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമതി സുനിത, അതേപോലെ തന്നെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീമതി ലക്ഷ്മി, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, ജില്ലയുടെ പ്രഭാരിയായിട്ടുള്ള ശ്രീ അഭിഷേകൻ, നിയോജക മണ്ഡലം അധ്യക്ഷന്മാർ, പാർട്ടിയുടെയും മോർച്ചയുടെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവർക്കും വീണ്ടുമായി നമസ്കാരം. ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി നടത്തുന്നതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനമൊട്ടാകെ എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളിലേക്കും ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയവർ ആ പൊള്ളയായ വാഗ്ദാനങ്ങൾ അധികാരത്തിലേറിയവരുടെ കപടമുഖം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കാരണം പ്രകടന പത്രികയിൽ എല്ലാ സ്ത്രീകൾക്കും, അമ്മമാർക്കും സഹോദരിമാർക്കും സൗജന്യമായി യാത്ര നൽകുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയവർ ആ വാഗ്ദാനങ്ങളെ ഇന്ന് അട്ടിമറിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പറയുന്നത് ഓർഡിനറി മാത്രമുള്ള ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര നൽകുന്നതാണ്. അതും 100 ദിവസത്തേക്ക് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇത് വേണോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കാമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത്. കാരണം ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിലേറിയവർ, സ്ത്രീകളുടെയും അമ്മമാരുടെയും ഒക്കെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയവരാണ് ഇന്ന് ഇത്തരത്തിൽ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇന്ന് ഓർഡിനറിയിൽ മാത്രം വാഹനയാത്ര നമുക്ക് നൽകിയിരിക്കുന്നു. ഇതിനെതിരെയാണ് ശക്തമായ സമരപരിപാടികളുമായിട്ട് ഇന്ന് പാർട്ടി മഹിളാ മോർച്ച മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ട് ഇന്നുകൊണ്ട് സംരക്ഷണ വാഗ്ദാനങ്ങൾ ശബരിമല വിഷയത്തിൽ, ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ എടുക്കുന്നത് ശബരിമല വിഷയമായിരിക്കും. ആ ശബരിമല വിഷയത്തിൽ പ്രധാനികളായിട്ടുള്ള സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട് അതുമായി ചേർന്ന പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ആ കേസ് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേറിയവർ ഇന്ന് നിയമസഭയിൽ പോലും അതിനെതിരെ ശബ്ദിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം അമ്മമാരുടെ സമരം, നമ്മുടെ ആശാവർക്കർമാരുടെ സമരം. ആ സമരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ആ അമ്മമാരുടെ സമരത്തിൽ ചെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന ഒരു ഗവൺമെന്റായി ഇന്ന് കോൺഗ്രസ് ഗവൺമെന്റ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ എന്തിന്റെ നേതാവായിട്ടാണ്? നിലപാടുകളുടെ രാജകുമാർ. ആ നിലപാടുകളുടെ രാജകുമാരൻ ചുമ്മാ ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ മുന്നിൽ നിലപാടുകൾ മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറേണ്ടെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മഹിളാ മോർച്ചയ്ക്ക് പറയാനുള്ളത്. അല്ല എങ്കിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചില്ല എങ്കിൽ
ശക്തമായ നിലപാടുകളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. നിലപാടുകളുടെ രാജകുമാറിനെ അധികം താമസിയാതെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതികളും നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം കള്ളമായ വാഗ്ദാനങ്ങളും അതേപോലെ തന്നെ പരിപാടികളും ജനങ്ങൾക്ക് മുന്നിൽ വെക്കരുത്. കാരണം അമ്മമാരോടൊക്കെ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. സൗജന്യ യാത്ര ഒരുപാട് പേര് ഇന്ന് ഒരു ജോലിക്ക് പോകുന്നവരമ്മ, ഒരു ഗവൺമെന്റ് ജോലിക്ക് പോകുന്ന അമ്മ ഇങ്ങനെ ബസ് നോക്കിയിരിക്കണം അത് സൗജന്യ യാത്രയാണോ എന്നുള്ളത് പോലും അവർക്ക് അത് നോക്കിയിട്ട് വേണം ആ ബസ്സിനകത്ത് കയറണം. അപ്പം അത്തരത്തിലുള്ള നിലപാടുകൾ വെച്ചുകൊണ്ട് കേരളത്തിലെ അമ്മമാരെയും സഹോദരിമാരെയും പറ്റിക്കരുത്, പറ്റിച്ചാൽ ഇന്നും ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുന്നു.